സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്വന്തം ഭക്ഷണപ്പൊതി ഭക്ഷണമില്ലാത്തവർക്ക് കൊടുത്തിട്ട് പട്ടിണിയിരിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ടാകും? ഒരാളെ ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ ദിവസം നമ്മൾ സംസാരിക്കുന്നത്. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ആ വിശ്വാസത്തെ പ്രതി അനേകർക്ക് കൈത്താങ്ങായ നവജീവൻ ട്രസ്റ്റിൻ്റെ എല്ലാമായ പി.യു. തോമസ്. കോട്ടയം ജില്ലയിൽ തലയുയർത്തി നിൽക്കുന്ന പാവങ്ങൾക്കും അനാഥർക്കും ആശ്രയമില്ലാത്തവർക്കും താങ്ങായി കൂടെയുള്ള നവജീവൻ. തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും വിശ്വാസത്തിൽ മാത്രം പ്രവർത്തിച്ച് മുന്നോട്ടു പോയപ്പോൾ തോമസ് ചേട്ടനെ ദൈവം ചേർത്ത് നിർത്തി. പാവപ്പെട്ടവരോടുള്ള തോമസ് ചേട്ടൻ്റെ പ്രത്യേകമായ സ്നേഹമാണ് ഇന്ന് പടർന്നു പന്തലിച്ച് അനേകർക്ക് ആശ്രയമായ നവജീവന്റെ അടിത്തറ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ തോമാശ്ലീഹായുടെ നാമം പേറുന്ന പി.യു. തോമസ് ചേട്ടൻ വിശ്വാസത്തിൽ നവജീവൻ പടുത്തുയർത്തിയ കഥ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ നവജീവൻ്റെ ശുശ്രൂഷയിലൂടെ കടന്നു വരാൻ എനിക്കുണ്ടായ പ്രചോദനവും സാഹചര്യവും എൻ്റെ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിശന്നിരിക്കുന്ന കൂട്ടുകാർക്ക് എൻ്റെ പങ്ക് ചോറ് കൊടുത്ത് വിശന്നിരുന്ന രോഗിയായ കാലം ഞാൻ ഓർക്കുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിലെ രോഗിയായി ചെന്ന കാലത്ത് ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാമചന്ദ്രനെ ആരും നോക്കാനില്ലാതെ വിഷമിച്ച് കിടക്കുന്ന കണ്ടപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറിൻ്റെ പകുതിക്കൂട്ട് കൊടുക്കുകയും, രാമചന്ദ്രൻ്റെ എനിക്ക് ഒരു ദിവസം ഓപ്പറേഷനായിരുന്നു. അന്ന് പറഞ്ഞു, രാമേന്ദ്ര, സുഖമാകുകയാണെങ്കിൽ ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല, നമുക്ക് ഈ ആശുപത്രി വരുന്ന അനാഥരെയും പാവങ്ങളെയൊക്കെ രോഗികളെ നമുക്ക് സഹായിച്ച് ജീവിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ ഓപ്പറേഷനോടുകൂടി രാമേന്ദ്രൻ മരിച്ചുപോയി, ഞാൻ സുഖമായി. അന്ന് മുതലേ വലിയ ആഗ്രഹമായിരുന്നു ഈ രോഗികൾക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കണമെന്നും അവരെ എപ്പോഴും സഹായിക്കണമെന്നും. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി കുർബാനയിൽ നിരന്തരമായിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ അവരെയൊക്കെ സഹായിപ്പാൻ എന്നെ ഇടയാക്കണമേ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും സ്കൂളിനടുത്തുള്ള പള്ളിയോട് സമീപത്തുള്ള ഗ്രോട്ടോയിൽ പോയി മാതാവിൻ്റെ അടുത്ത് എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അതിൻ്റെ വലിയൊരു അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൻ്റെ ആ കുഞ്ഞു പ്രായം മുതൽ എനിക്ക് ലഭിക്കുവാൻ ദൈവം ഇടയാക്കി. ആ ഒരു വിശ്വാസം ഞാൻ ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എൻ്റെ ഈശോയെ, മാതാവി, അമ്മേ, അനുഗ്രഹം തരണേ. എൻ്റെ അടുത്ത് വരുന്ന ദുഃഖവും ദുരിതവും കണ്ണുനീരും വേദനയായി കഴിയുന്നവരെയൊക്കെ സഹായിപ്പാനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുഞ്ഞനാൾ മുതലുള്ള എൻ്റെ ജീവിതം കടന്നു പോകുന്നതൊക്കെയും. ഇന്നെനിക്ക് 74 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഒത്തിരിയേറെ ആ പ്രാർത്ഥനയിൽ ജീവിക്കുന്നത് കൊണ്ട് ഒത്തിരിയേറെ പാവപ്പെട്ട രോഗികൾ, ദുഃഖമനുഭവിക്കുന്നവരെയൊക്കെ സഹായിപ്പാൻ ഏതെങ്കിലും വിധത്തിലൊക്കെ കർത്താവായ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ ഏറ്റവും ആഗ്രഹം എൻ്റെ കുഞ്ഞു പ്രായത്തിലെ ആ വിശ്വാസവും പ്രാർത്ഥനയിലൂടെ എനിക്ക് തന്ന ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. തോമാശ്ലീഹയുടെ ആ വലിയ ജീവിതമാണ് ഞാൻ ഓർക്കുന്നത്. തോമാശ്ലീഹയും അതുപോലെ വിശുദ്ധരുമൊക്കെ രക്തസാക്ഷികളായി തീർന്നത് അവർക്ക് വേണ്ടിയല്ല, അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു സ്വർഗീയ യാത്രയ്ക്ക് വേണ്ടി അവരൊരുക്കമായിരുന്നു. അതാണ് കത്തോലിക്ക സഭയിലൂടെ, വിവിധ ക്രിസ്തീയ സമൂഹത്തിലൂടെ ലോകത്തിന് തന്നെ ദൈവം കാണിച്ചു കൊടുത്ത വലിയൊരു അനുഗ്രഹത്തിൻ്റെ വ്യക്തിയായിരുന്നു തോമാശ്ലീഹായി. ഇന്ന് ലോകമെമ്പാടും ഈ സെൻറ്റ് തോമസ് ദിനത്തിൽ തോമാശ്ലീഹയെ ഓർക്കുന്ന ഒരു ദിവസമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരുടെ ജീവിതമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ ആഗ്രഹിക്കേണ്ടതും ഒത്തിരിയേറെ ആവശ്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതുമൊക്കെ അങ്ങനെയാണ്. അപ്പം അതിനായിട്ട് നമുക്ക് ഒത്തിരിയേറെ നല്ല നല്ല ആഗ്രഹങ്ങളെ വിശ്വാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ
ശുശ്രൂഷയിലൂടെ ഒക്കെ ആയിരിക്കാൻ ഈ കാലഘട്ടത്തെ ഒരുപാട് ആവശ്യങ്ങളാണ്. ഒത്തിരിയേറെ ദുഃഖം അനുഭവിക്കുന്നവർ, മാനസിക രോഗികൾ, അനാഥര്, അനാഥാലയങ്ങളിലെ കോളനി പ്രദേശങ്ങളിലുള്ള മനുഷ്യർ എല്ലാം ഒത്തിരി തരത്തിൽ അവർ വിഷമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കൊലപാതകങ്ങളും ഒത്തിരിയേറെ ക്രൂരകൃത്യങ്ങളും ഒക്കെയും നമ്മൾ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരോടെല്ലാം നിസ്സഹായയുടെ ഒരു അവസ്ഥ മാത്രമേ തോന്നുള്ളൂ. കാരണം അവർ ശരിക്കും ദൈവത്തിലൊരു സമർപ്പിച്ചുകൊണ്ട് അവരൊരു വിശ്വാസ ജീവിതത്തിലൂടെ അവർ ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ജയിൽവാസം ഉണ്ടാകത്തില്ല. അവർ മുഖാന്തരമായിട്ട് അനേകം കുടുംബങ്ങൾ ദുഃഖമനുഭവിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാവരെയും കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഒത്തിരിയേറെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്കൊത്തിരിയേറെ ആഗ്രഹിക്കുമ്പോൾ, നമ്മളിൽ കൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അനേക കുടുംബങ്ങളിലും വ്യക്തികളിലുമൊക്കെയും അതിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നത് നമുക്ക് കാണുവാനിടയാകും. നമ്മുടെ നവജീവനെ ശുശ്രൂഷയ്ക്ക് വന്ന പലരും ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വചനപ്രഘോഷകരായി, അച്ഛന്മാരായി, സിസ്റ്റേഴ്സായി, ഇതുപോലുള്ള ആതുരാലയങ്ങൾ നടത്തുന്നവർ ഒത്തിരിയേറെ അൽമാരുണ്ടായി. എല്ലാം ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് പോയപ്പോഴേ ഒത്തിരിയേറെ ആളുകൾക്കതൊരു അനുഭവമായി തീർന്നു, അതൊരു അനുഗ്രഹമായി മാറുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള ശുശ്രൂഷയിലെ പല സാഹചര്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ചെല്ലുമ്പോഴേ എപ്പോഴും വ്യക്തിപരമായി നമുക്ക് ഇങ്ങനെ ഒത്തിരിയേറെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും നമുക്കൊത്തിരി പേരെ സഹായിക്കാനായിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ടാകുക. നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒത്തിരിയേറെ രോഗികൾ, ഒത്തിരിയേറെ ദുഃഖം അനുഭവിക്കുന്നവർ, സ്വന്തമായി വീടില്ലാതെ സങ്കടപ്പെടുന്നവർ, വഴിയിൽ കിടക്കുന്നവർ, നവജീവനുള്ള ആതുരാലയത്തിൽ കഴിയുന്നവർ, സർക്കാർ ആശുപത്രിയിൽ കഴിയുന്നവരൊക്കെയും നമ്മളെ പ്രതീക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ക്യാൻസർ രോഗവും കിഡ്നി രോഗവും ഒക്കെ ഇന്ന് ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരൊക്കെ വീടുകളിൽ പോയി കാണുകയും അവരുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അവരെ ശരിക്കും നല്ലൊരു വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരുവാനായിട്ട് നമ്മൾ അതിനാവശ്യമായ ഒരു പ്രോത്സാഹനവും ഒക്കെ കൊടുക്കുമ്പോഴേ അവരുടെ ആ ജീവിതത്തിലെ അവസാന സമയത്തെ ആ ജീവിതത്തിൽ അവരേറ്റവും സന്തോഷകരമായി യാത്രയാകുകയും ചെയ്യും. നവജീവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, കുട്ടികളുടെ ആശുപത്രി, ആയുർവേദ ആശുപത്രി എന്നിങ്ങനെ 4 ആശുപത്രികളിൽ 7 പ്രാവശ്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോരും ആശ്രയമില്ലാതെ വഴിയിൽ കിടക്കുന്നവരെ നവജീവനിൽ എത്തിച്ച് ശുശ്രൂഷിക്കുകയും അവർക്ക് പുതിയൊരു ജീവിതം നൽകുകയും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ നവജീവൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജ്, തൊട്ടടുത്തുള്ള കുട്ടികളുടെ ആശുപത്രി, അടുത്തുള്ള ജില്ലാ ആശുപത്രി, ആയുർവേദ ആശുപത്രിയിലൊക്കെ ആയിട്ട് നമ്മൾ ഈ 4 ആശുപത്രികളിലായിട്ട് 7 പ്രാവശ്യം ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ കർത്താവായ ദൈവം നമ്മളെ ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനെ 3-3:30 ആകുമ്പോഴേ നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗത്തിലുള്ള എല്ലാവർക്കും നമുക്ക് 7 മണിക്ക് മുമ്പ് കാപ്പി കൊടുക്കണം. പാടിക്കിടക്കുന്ന അനാഥർക്കെല്ലാം നമുക്ക് കാപ്പി കൊടുക്കണം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ 11:30 ആകുമ്പോൾ ഒത്തിരി കിഡ്നി രോഗികൾക്ക് നമ്മൾ പൊതിച്ചോറ് തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയി കിഡ്നി രോഗികളുടെ കൂടെ ഇരിക്കുന്നവർക്കും അവർക്കും നമ്മൾ പൊതിച്ചോറ് കൊടുത്ത് സഹായിക്കണം. അത് കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ 12:30 ആകുമ്പം പിള്ളേരുടെ ആശുപത്രിയിൽ കുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും കുട്ടികൾക്കുമായിട്ട് നമ്മൾ ചോറും കറികളും ചൂടുവെള്ളവും എത്തിച്ചു കൊടുത്ത് സഹായിക്കണം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ 3:30 ആകുമ്പോഴത്തേന് നമ്മൾ വീണ്ടും പൊതിച്ചോറുണ്ടാക്കണം. പിന്നെയും നമ്മൾ മെഡിക്കൽ കോളേജും കുട്ടികളുടെ ആശുപത്രി, ജില്ലാ ആശുപത്രി, ആയുർവേദ ആശുപത്രിയിലോട്ടൊക്കെ ചോറും കറികളും ചൂടുവെള്ളവും 2 വാഹനങ്ങളിൽ കയറ്റി നമ്മൾ ആശുപത്രിയിൽ എത്തിച്ച് വിതരണം ആരംഭിക്കണം. വൈകിട്ട് 7 മണിയാകുമ്പോഴത്തേന് നമ്മൾ ഈ 4 ഹോസ്പിറ്റലിലെ വൈകുന്നേരത്തെ ഭക്ഷണ വിതരണം കഴിയുകയും ചെയ്യും.
അത് കഴിഞ്ഞ് വന്ന ഉടനെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. പിറ്റേ ദിവസത്തെ കാപ്പിക്കുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞു വെക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ വിതരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ നമ്മുടെ ചെലവിന് 2,00,000 രൂപയും 72ഓളം സ്റ്റാഫും ഉണ്ട് നമ്മുടെ നവജീവൻ. അതുകൂടാതെ നമ്മുടെ നവജീവനിലെ 200-ലധികം അനാഥരായ മാനസിക രോഗികൾ പോലീസുകാർ വഴിയിൽ നിന്ന് കൊണ്ടുവന്നവർ, കൂടാതെ ആശുപത്രി വരാന്തകളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കിടന്ന പ്രായമുള്ളവരെ പോലീസുകാർ കൊണ്ടുവന്നവർ, അവരെ നോക്കാൻ കുറച്ചേറെ സഹോദരങ്ങൾ, എല്ലാം കൂടെ നമ്മുടെ നവജീവനിലെ 300-ലധികം പേരുണ്ട്. സന്തോഷമായിട്ട് കഴിയുന്നു. നവജീവനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു അനാഥാലയമല്ല, ഒരു അനാഥരുമല്ല. ഞങ്ങൾ ഒരു കുടുംബത്തിൻ്റെ സ്നേഹമാണ് അവർക്കെല്ലാവർക്കും കൊടുക്കുന്നത്. എല്ലാവരെയും ഞങ്ങൾ നവജീവൻ മക്കളെ തന്നെ വിളിക്കുള്ളൂ. എടാന്നോ എടീന്നോ എടോന്നോ ഒന്നും വിളിക്കത്തില്ല. ആഹാരമാണെങ്കിൽ ഇവിടുത്തെ രോഗികളാകുന്ന മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരേ ഭക്ഷണമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചിലവ് വരുന്ന കാര്യങ്ങൾ നടന്നു പോകാനുള്ള കാരണം നമുക്ക് വിദേശത്തു നിന്നുള്ള ഒരു ഫണ്ടില്ല, അതിൻ്റെ ലൈസൻസ് ഇല്ല. അത് പണ്ട് വേണ്ടെന്ന് വെച്ചു. ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല, മേടിച്ചിട്ടില്ല. പണ്ട് കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് നടന്ന കാലത്ത് ഒത്തിരിയേറെ ശുശ്രൂഷകരായിട്ട് വന്ന കുറേ ചെറുപ്പക്കാരൊക്കെ, അവരൊക്കെ ഒത്തിരിയേറെ ആ കാലത്തൊക്കെ സഹായിച്ചു. ഞാൻ 57 വർഷമായി മെഡിക്കൽ കോളേജിൽ വന്നിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വന്ന മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ അവർക്കായിട്ട് മെഡിക്കൽ കോളേജ് ധ്യാനമൊക്കെ തുടങ്ങി, അവർക്കായിട്ട് പ്രയർ ഗ്രൂപ്പൊക്കെ തുടങ്ങി. ഒത്തിരിയേറെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ സഹായിക്കാൻ തുടങ്ങി. അത് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജിൽ, മറ്റ് എൻജിനീയറിംഗ് കോളേജുകളിലൊക്കെ ഈ ധ്യാനവും പ്രയർ ഗ്രൂപ്പൊക്കെ ആരംഭിച്ച കാലഘട്ടമാണ്. 1989-90 ഉള്ള ഒരു കാലമാണ്. അപ്പോൾ അന്നുണ്ടായിരുന്നവരെല്ലാം അങ്ങനെ പ്രയർ ഗ്രൂപ്പായപ്പോൾ ജീസസ് യൂത്ത് എന്നുള്ള പ്രയറായി. അവരെല്ലാം വിദേശത്ത് പോയി. അവരെല്ലാം നല്ല നിലയിലായി. അവർ ഇടയ്ക്കിടയ്ക്ക് എല്ലാം നമുക്ക് ഭക്ഷണത്തിന് വരുന്ന ചിലവിന് സ്പോൺസർ ചെയ്യുന്നുണ്ട്. പിന്നെ തുടക്കകാലത്ത് ഒത്തിരി വിഷമമായപ്പോഴത്തെ മോൺസിഞ്ഞോർ പീറ്റർ ഊരാളച്ചൻ കനാനായ സമുദായത്തിലെ വികാരി ജനറലായിരുന്നു. അച്ഛനെ ഒത്തിരി കനാനായ കുടുംബങ്ങളിൽ അറിയിച്ച് നമുക്ക് അരിയും കപ്പയും കപ്പളങ്ങായും എല്ലാം കമാൻഡർ ജീപ്പയിൽ ഇവിടെ കൊണ്ട് അമ്മച്ചിമാർ കൊണ്ടുവന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നും അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. അവരൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ യാക്കോബ ഓർത്തഡോക്സ് മാർത്തോമ സഭകളിലുള്ള ധാരാളം പ്രായമുള്ള അച്ഛന്മാരും പിതാക്കന്മാരൊക്കെ നമ്മുടെ നവജീവൻ്റെ തുടക്കകാലത്തൊക്കെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തു പോയി. അവരുടെ പള്ളി വഴിയൊക്കെ പ്രസംഗിക്കാൻ വിളിക്കും. അവർ കുറേ പേരൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അതുകൂടാതെ നമ്മൾ ധാരാളം ഗവൺമെൻറ് സ്കൂളുകളിലെ പാവപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കാൻ പല വിധത്തിൽ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കോളനികളിൽ പോയി അവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഒത്തിരി ഗവൺമെൻറ് സ്കൂളിൻ്റെ പരിസരത്തെല്ലാം പഴവർഗ്ഗ തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. നല്ല ഇനം പേര, ചാമ്പ, പ്ലാവിൻ തൈകളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് നമ്മൾ വാടക കൊടുത്ത് സഹായിക്കുന്നു. അവർക്ക് എല്ലാ മാസവും ആവശ്യത്തിനുള്ള അരിയും പലവ്യഞ്ജനവും ഒരു 15 ദിവസത്തേക്കുള്ളത് നമ്മൾ ഒന്നിച്ച് കൊടുക്കും. അത് കഴിയുമ്പോൾ 15 ദിവസത്തേന് കൊടുക്കും. അതിലൊരു 110 കിഡ്നി രോഗികൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. അവർ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ വീട് സ്ഥലം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. 19 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്കെല്ലാം നമ്മൾ വാടകയും അരിയും പലവ്യഞ്ജനവും ഒരു 3000 രൂപ വെച്ച് 3,30,000 രൂപ എല്ലാ മാസവും കൊടുക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദിവസവും ഇങ്ങനെ നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു വിശ്വാസത്തിൽ കർത്താവിൽ സമർപ്പിച്ച് ജീവിക്കുന്നത് കൊണ്ട് കർത്താവായ ദൈവം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ മാനസിക രോഗികളെ ഏറ്റെടുക്കാനുണ്ടായ ഒരു പ്രചോദനം, മെഡിക്കൽ കോളേജ് പരിസരത്തെ വേസ്റ്റ് കുഴിയിലെ വേസ്റ്റ് വാരി തിന്നുകൊണ്ട് കിടക്കുന്ന ഒരു ഗർഭിണിയായ സാധുശ്രീയെ കണ്ടു. അവരെ ആ കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസായ പെൺകുട്ടികളെ അറിയിച്ചു. അവർ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു. അങ്ങനെ ആശുപത്രി പരിസരത്തുള്ള ചെടിയുടെ ചുവട്ടിലിരുത്തി 4 മാസക്കാലം നോക്കി. പിന്നെ അവർക്ക് പ്രസവത്തിൻ്റെ സമയമായി. അവർ പ്രസവിച്ചു. അതിനുശേഷം അവരുടെ കൊച്ചിനെ ആരോ എടുത്തുകൊണ്ട് പോയി. അവർക്ക് വീണ്ടും സൈക്കാട്രിയായി. ആശുപത്രി പരിസരത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഓടയിൽ അവർ കിടക്കുന്ന കണ്ടു. പിന്നെ ആ ഓടയിൽ നിന്ന് ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി.
മെഡിസിന് പഠിക്കുന്ന പെൺപിള്ളേർ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു. പിന്നെ അവരെ നമ്മൾ സൈക്കാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. 66 ദിവസം കൊണ്ട് അവർ ചികിത്സിച്ച് സുഖമായി കഴിഞ്ഞപ്പോൾ അവർക്ക് വീട്ടിൽ പോകാൻ വഴി അറിയാൻ മേലെ. അവരുടെ പേര് മനുബായി എന്ന, വീട് രാജസ്ഥാനാണ്. രാജസ്ഥാൻകാരിയായ മനുബായി എന്നും കരയാൻ തുടങ്ങി, എന്നെ വഴിയിലിറക്കി വിടരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്നും പറയും. അന്നത്തെ സൈക്കാട്രി വിഭാഗത്തിലെ ഡോക്ടർമാർ എഴുത്തൊക്കെ തന്ന് മെഡിക്കൽ സ്റ്റുഡൻസിനെയും കൂട്ടി തിരുവനന്തപുരത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. പോരാൻ നേരത്ത് അവർ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് എന്നെ ഇട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞു. അവർ ഭയങ്കരമായ ഒരു കരച്ചിലിൻ്റെ ഒരു സമയമായിപ്പോയി. ഞാനും ആ സമയത്ത് അവിടെ നിന്ന് വളരെയേറെ കരഞ്ഞുപോയി. പക്ഷേ എനിക്ക് ഇവരെ കൊണ്ടുവന്നാൽ താമസിപ്പിക്കാനൊരിടമില്ല. ഈ പാപത്തിൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് ഞാനും നിന്നുകൊണ്ട് കരഞ്ഞു. അത് കാലെ പിടിച്ചുകൊണ്ട് കരയുന്നു. ആശുപത്രി സ്റ്റാഫും ആളുകളെല്ലാം വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, പേര് മനുബായി എന്നാണ്. മനുബായി, ഞാൻ മസാല ദോശ മേടിച്ചുകൊണ്ട് വേഗം വരാം. ഇവരെ ചെടിച്ചോട്ടിലിരുത്തി 4 മാസക്കാലം നോക്കിയപ്പം എപ്പോഴും അവർക്ക് മസാല ദോശയും വെജിറ്റബിൾ കറിയായിരുന്നു ഇഷ്ടം. അന്നൊക്കെ രാത്രി ഞാൻ മസാല ദോശ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പോവുകയാണ്, പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. രാവിലെ വരുമ്പം പാവം അവിടെ കാണുമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മനുവായി മസാല ദോശയായിരുന്നു. ഞാൻ മസാല ദോശ മേടിച്ചുകൊണ്ട് വേഗം വരാം എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു. അങ്ങനെ കോട്ടയത്ത് വന്നു. കരഞ്ഞ് കുർബാന കാഴ്ചവെച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഭവനമുണ്ടാകാൻ. അപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. അതിലൊരു മുറി ഒഴിവായി. ആ മുറിയിൽ നമ്മൾ 3 അനാഥരെ കൊണ്ട് താമസിപ്പിച്ചു. ആ മുറിക്കിട്ട പേരാണ് നവജീവൻ. പലരെയും സഹായിച്ച് ഒടുവിൽ ദാരിദ്ര്യാവസ്ഥയിലായ തോമസ് ചേട്ടന് ഒരിക്കലും നഷ്ടബോധമില്ലായിരുന്നു. എന്തു ചെയ്താലും അതെല്ലാം ദൈവത്തിനു വേണ്ടിയായിരുന്നു. എൻ്റെ വീട് അതിരമ്പുഴയായിരുന്നു. യൂണിവേഴ്സിറ്റി എടുത്തു പോയി സ്ഥലമൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും വണ്ടിക്കൂലി കൊടുത്തും എല്ലാം പൈസ തീർന്നു പോയി. ജന്മന തളർന്നു പോയ മോനും 4 പെൺമക്കളുമായിട്ട് ഞങ്ങൾ പല വീടുകളിൽ വാടകയ്ക്ക് ജീവിക്കുന്ന കാലം. അവസാനത്തെ വീട്ടിലെ ഒറ്റമുറി മാത്രമേ ഉണ്ടായിരുന്നു. വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാൻ ഇടയില്ലാത്ത ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു താമസമൊക്കെ. ഇതൊക്കെ നാട്ടുകാരെല്ലാവരും കണ്ടു. ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയ ഒരു ക്വാർട്ടേഴ്സായിരുന്നു. അപ്പോൾ അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസും നാട്ടുകാരും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. തളർന്നു പോയ മോനും 4 പെൺപിള്ളേരുമായിട്ടുള്ള ആ ഒരു ജീവിതം. നാട്ടുകാർ മുഴുവൻ ഒന്നടങ്ക ഈ അവസ്ഥ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് അരിയും കറി വെക്കാനും വിറകും തേങ്ങായും തന്ന് സഹായിച്ചു. അന്ന് ആ മുറി നമുക്ക് ഒഴിവാക്കി തന്ന ഇന്നത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ ജയകുമാറാണ്. അദ്ദേഹം ഇന്ന് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടാണ്. അദ്ദേഹത്തിന് അന്ന് കിട്ടിയ ആ പ്രചോദനത്തിൽ രാത്രിയും പകലും അദ്ദേഹം പാവപ്പെട്ട രോഗികൾക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഡോക്ടർ ജയകുമാർ. നമ്മുടെ കൂടെ കഞ്ഞി വെക്കുന്നിടത്തും കറി വെക്കുന്നിടത്തും ചായ കുടിക്കാനും ഒക്കെ കൂടിയ ഡോക്ടർ ജയകുമാർ ഇന്ന് കേരളത്തിലെ തന്നെ രാജ്യത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഡോക്ടറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലക്ഷ്മി. അവരും നമ്മളോടൊപ്പം ഒത്തിരി സഹകരിച്ചിട്ടുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മളെ കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലത്തുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളിൽ സെക്കൻഡ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരുന്നതാണ് ഡോക്ടർ തോമസ് ജെ. നവജീവൻ്റെ ട്രസ്റ്റിലെ സെക്രട്ടറിയാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സർജനാണ്. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ സർജനായ ഡോക്ടർ ജോർജ് മാത്യു, അമേരിക്കയിലുള്ള ഡോക്ടർ മനോജ്, അതുപോലെ തന്നെ എറണാകുളത്തുള്ള ഡോക്ടർ സുമാ ജിൽസൺ. ഇങ്ങനെ ഒത്തിരിയേറെ അന്നുണ്ടായിരുന്ന ആ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇന്നും നമ്മളോട് ഒത്തിരി നമ്മളെ സ്നേഹിക്കുകയും ഇവിടെ വരികയും നമ്മളെ രോഗികളെ കാണുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വാടക കെട്ടിടത്തിൽ ആരംഭിച്ചപ്പോഴേ
നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ കൂടിയായിരുന്ന ഒരു അനീബ് പാലക്കാൽ, അനീബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന റെജിമോൻ, ഇവർ ഭയങ്കരമായിട്ട് എന്നെ സഹായിക്കാൻ കൂടി. അനീബിൻ്റെ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലമല്ല. അന്നത്തെ കാലത്ത് നമുക്ക് വളരെ വില കുറച്ച് ഒരു 1.5 ഏക്കർ സ്ഥലം തന്നു. ഒത്തിരി പേര് കൂടി അത് വാങ്ങിച്ചു തന്നു. അങ്ങനെ നമ്മുടെ ആ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് താമസം മാറ്റി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് പോയി പഴയ മനുബായിയെ തിരിച്ചു കൊണ്ടുവന്നു. നമ്മളോടൊപ്പം ജീവിച്ചു. കുറച്ച് നാൾ മുമ്പ് വരെ അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രായമായി പല രോഗമായി അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യും. മാനസിക രോഗികളോടുള്ള വലിയൊരു ആത്മീയമായ ഒരു ആത്മാർത്ഥത ഗർഭിണിയായ ആ സാധു സ്ത്രീയോട് കൂടി ഉണ്ടായ ഒരു അനുകമ്പയാണ്. ആ ഒരു അനുകമ്പ ഉണ്ടായപ്പോഴേ നമുക്കിങ്ങനൊരു നവജീവൻ ഉണ്ടാകുകയും നവജീവൻ പോലെ ഒത്തിരിയേറെ ആതുരാലയങ്ങൾ ഉണ്ടാകുകയും. ഇപ്പം ഞാൻ പ്രസംഗവേദിയിലൊക്കെ പറയാറുണ്ട്, അനുകമ്പയുള്ള ഒരു ആഗ്രഹം, ഒരു സ്വഭാവം, ഒരു പെരുമാറ്റം നമുക്കുണ്ടെങ്കിൽ അതിലൊരുപാട് പേര് ആകർഷിക്കപ്പെടുകയും കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യും. നമുക്ക് അരിശവും അഹങ്കാരവും അല്ല വേണ്ടിയത്. നമുക്ക് അനുകമ്പയും കരുണയും ഉണ്ടെങ്കിൽ അവിടെ ദൈവം ഒത്തിരി വ്യക്തികളിൽ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് കാണുന്ന ഈ നമ്മുടെ എല്ലാവരുടെയുമായ നവജീവൻ. പാവങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന നവജീവനെ സഹായിക്കാൻ ഒരുപാട് സുമനസ്സുകൾ മുൻപോട്ട് വന്നു. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും എല്ലാം ഒരേ മനസ്സോടെ നവജീവനെ സ്നേഹിക്കാൻ തുടങ്ങി. കോട്ടയംകാർക്ക് നവജീവൻ അങ്ങനെ സ്വന്തം സ്ഥാപനമായി. അതുപോലെ തന്നെ ഞാൻ 30 വർഷക്കാലം ജോലി ചെയ്തു. പെൻഷനായി. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെറുപ്പം മുതലേ എന്നെ അറിയാം. വീണ്ടും എനിക്ക് ജോലി തന്നു, പെൻഷനായി. വീണ്ടും ഹോസ്പിറ്റലിലെ സൊസൈറ്റി വഴിയായിട്ട് ശമ്പളം മേടിച്ച് ജോലി ചെയ്യാൻ അനുവദിച്ചു. പക്ഷേ സാലറി മേടിക്കാതെ ഞാൻ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ പോയി പറ്റുന്ന സേവനങ്ങൾ ചെയ്യുകയാണ്. വോളണ്ടറി സ്റ്റാഫായിട്ട് ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇളയ മോൻ മരിച്ചുപോയി. എനിക്ക് 4 പെൺപിള്ളേരായിരുന്നു. അവരെല്ലാവരും നേഴ്സിംഗ് പഠിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമക്കളുമായി അവർ നമ്മുടെ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷമായിട്ട് കഴിയുന്നു. എനിക്ക് നവജീവൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഏറ്റവും സ്നേഹബന്ധമുള്ള സുഹൃത്തുക്കളൊക്കെ കൂടി എനിക്ക് സ്ഥലവും എനിക്ക് തന്നു. അവിടെ ഒരു വീടുമൊക്കെ ഉണ്ടായി. ഇപ്പം ഞാൻ അവിടെ സന്തോഷമായിട്ട് വീട്ടിൽ കഴിയുകയാണ്. പക്ഷേ രാവിലെ വെളുപ്പിനെ ഇവിടെ വന്നാൽ രാത്രി 10 മണിക്കാണ് വീട്ടിൽ പോകുന്നതൊക്കെ. എൻ്റെ ഭാര്യ വീട്ടിൽ ഇരുന്നുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ മുന്നോട്ട് വളരെ ഒരു ത്യാഗങ്ങൾ ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ജീവിച്ച ആളാണ്. ത്യാഗങ്ങളാണ് ഇഷ്ടപ്പെട്ടത്. പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഞാൻ ഒത്തിരി ത്യാഗങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിലാണ് എനിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചത്. എന്നെ ഈ പ്രവർത്തനങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സിസിലിയും ഭാര്യ സിസിലി, എൻ്റെ മക്കൾ. ഞങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളോ ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളോ ഞങ്ങൾക്കൊരു നല്ല ഭക്ഷണം കഴിക്കാനോ ഇല്ലാഞ്ഞ ഒത്തിരി കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ജീവിച്ചു. ആവശ്യത്തിന് ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളില്ല, അതിനുള്ള പായില്ല, ആവശ്യത്തിനുള്ള പാത്രങ്ങളില്ല, ആവശ്യത്തിനുള്ള ഭക്ഷണമില്ല. അങ്ങനെ ഞാനും മക്കളുമൊക്കെ വാടക വീട്ടിൽ പഞ്ചസാരച്ചാക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഓരോ പാ നിരത്തിയിട്ട് ഞാൻ മക്കളുമായിട്ട് കിടന്ന് ജീവിച്ച കാലമുണ്ട്. ആ കാലത്തൊക്കെയും എൻ്റെ സ്നേഹനിധിയായ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നോട് കൂടി ചേർന്ന് നിന്നു. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ക്ഷമ പോരാ, എൻ്റെ അനുകമ്പ പോരാ, എൻ്റെ കരുണ പോരാ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് പോരാ, ശുശ്രൂഷ ചെയ്യുന്നത് പോരാ എന്നുള്ള ആ വലിയൊരാഗ്രഹമാണ്. കർത്താവ് എപ്പോഴും എൻ്റെ ഈശോയെ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുറ്റത്തൂടെ എല്ലാം എപ്പോഴും നടക്കുന്നത്. മദർ തെരേസ അമ്മയുടെ അടുത്ത് 10 ദിവസം താമസിക്കാൻ അനുഗ്രഹം തന്നു. മാർപ്പാപ്പയുടെ അടുത്തിരുന്ന് കുർബാനയെ കൂടാനായിട്ട് ഈശോയും മാതാവും അനുഗ്രഹം തന്നു. മാർപ്പാപ്പ ഒരു പുരസ്കാരം തന്നു. മാർപ്പാപ്പയിലൂടെ ഈശോ തന്നൊരു പുരസ്കാരം തികച്ചും യോഗ്യൻ എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഏറ്റവും നല്ല ഒരു അൽമായ എന്നുള്ള സിനഡ് നിന്ന് ആദരിച്ചു. ഇവിടെ ഓഡിറ്റോറിയത്തിലെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈശോയെ മാതാവേ അമ്മേ അനുഗ്രഹം തരണേ, അനുഗ്രഹം തരണേ, അനുഗ്രഹം തരണേ. ആത്മാവിന് അനുഗ്രഹം കിട്ടണേ, നല്ല മരണം തന്ന് അനുഗ്രഹിക്കണേ, സ്വർഗത്തിൽ പോകാനുള്ള അനുഗ്രഹം തരണേ,
ഇങ്ങനെയൊക്കെ എപ്പോഴും ചെല്ലിയ ഓരോ ദിവസവും ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഓരോ ദിവസത്തെ ശുശ്രൂഷയും ഈശോ സ്വർഗത്തിൽ നിന്ന് ഓരോ വ്യക്തിയിൽ കൂടെ തരുന്ന ആ അനുഗ്രഹങ്ങൾ കണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നമുക്കെല്ലാവർക്കും ഈശോ ഈ ഒരു വലിയ അനുഗ്രഹം തരുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ ഈശോയുടെ കൂടെ നമ്മൾ ചേർന്ന് നിന്നാൽ, എന്നും ഈശോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാതെ എപ്പോഴും എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് ജീവിക്കുമ്പോൾ ഈശോയുടെ വലിയ അനുഗ്രഹം ഒത്തിരിയേറെ ജീവിതാനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ടും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ആയിരിക്കട്ടെ എന്ന് ഈ നമ്മുടെ തോമാസ് ലിയായുടെ നാമത്തിൽ ഈ സമയത്ത് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. പി യു തോമസ് എന്ന വ്യക്തി വിശ്വാസത്തെ പ്രതി എല്ലാം ത്യജിച്ച് പാവങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ അവിടെ പുതിയൊരു ചരിത്രമുണ്ടായി. പി യു തോമസ് എന്ന വ്യക്തി ഇന്ന് പലർക്കും ഒരു പ്രചോദനമാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും അദ്ദേഹം വിശ്വാസത്തിൽ പടുത്തുയർത്തിയ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി മാറിയത് നമ്മുടെ കൺമുൻപിലാണ്.